ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളും ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒരേ ടൈപ്പ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് അവിടെ ഞാൻ ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് കുറെ പേര് ട്രാൻസിറ്റീവിന്റെ സ്റ്റെപ്പ് അവിടെ കറക്റ്റ് ആയിട്ടല്ല എഴുതുന്നത്. കുറെ പേര് അതിന്റെ ഐഡിയ മനസ്സിലാക്കാതെയാണ് എഴുതുന്നത്. അപ്പോൾ അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഏതാണ് ആ ടൈപ്പ്, സെയിം രീതിയിൽ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് നോക്കുക. ഇതെല്ലാം ഒരേ രീതിയിൽ ട്രാൻസിറ്റീവിന്റെ സ്റ്റെപ്പ് മസ്റ്റായിട്ടും വരേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇതെല്ലാം ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. റിഫ്ലക്സീവ് സിമെട്രിക്ക് ഒരു ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതെല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്. അടുത്ത ട്രാൻസിറ്റീവിന്റെ സ്റ്റെപ്പും ഒരുപോലെ തന്നെയാണ്. ആ സ്റ്റെപ്പ് എല്ലാം അവിടെ വരണം. ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പേര് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. എ ബി എഴുതി, നമ്മുടെ റിലേഷനിലുണ്ട് എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒരു ഓർഡേർഡ് പേരും കൂടെ എടുക്കില്ലേ? റിലേഷനിലുള്ളതായിട്ട് ഒരു ഓർഡേർഡ് പേരും കൂടെ എടുക്കും. റിലേഷനിലുള്ളതായിട്ട് എടുക്കുക. ഏതാണത്? ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പേര് എടുക്കും. അപ്പൊ ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പേരെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? ബി മൈനസ് സി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. എ ബി എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ബി സി എങ്ങനെ വരും? ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി മൈനസ് സി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് വരും. അപ്പോ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് എ സി എന്ന് പറയുന്ന ഓർഡേർഡ് പേർ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പൊ കുറെ പേര് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി എന്ന് പറയുന്നത് എ മൈനസ് സി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 വെറുതെ അങ്ങ് എഴുതിയിരിക്കണം. അതെങ്ങനെയാണ്? therefore it is true എന്ന് പറഞ്ഞ് എഴുതിയിരിക്കണം. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് മിക്കവരും കാണിക്കുന്നില്ല. അപ്പൊ ഇതിലെല്ലാത്തിലും അത് കിട്ടുന്ന രീതി എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് തെറ്റ് ദയവായി ഇത് എല്ലാവരും വരുത്താതിരിക്കുക. ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഒരേ രീതിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ അവിടെ ഞാനൊരു എക്സാമ്പിൾ അന്ന് പറഞ്ഞു തന്നായിരുന്നു. എല്ലാത്തിലും എക്സാമ്പിൾ പറയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്തായാലും. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഞാനൊരു എക്സാമ്പിൾ പറയാം. എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ജനറൽ ആയിട്ട് എടുക്കണം. 8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ശരിയാണോ? 8 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 4 into 2 ആണ് 8 എന്ന് പറയുന്നത്. വേറെ ഒരെണ്ണം പറയാണ് 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ശരിയാണോ? 20 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. അതായത് 4 into 5 ആണ് എത്ര എന്ന് പറയുന്നത്? 20. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ് എന്ത് തന്നെ ആയിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കില്ലേ? എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഈ രണ്ടിന്റെയും സം എന്ന് പറയുന്നത് എപ്പോഴും ഏതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. 8 plus 20 എത്രയാണ്? 28. 8 plus 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 plus 20 ഇതിന്റെ സം, ഈ രണ്ടിന്റെ സം എന്ന് പറയുന്നത് 8 plus 20 എന്ന് പറഞ്ഞാൽ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ നോക്കിയേ. 8 plus 20 എന്ന് പറഞ്ഞാൽ ഏതാണ്? 28 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അതായത് 28 എന്ന് പറയുന്നത് 7 into 4 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പൊ അതിന്റെ സമ്മ് എപ്പോഴും തന്നെ ആയിരിക്കും? മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ആ സ്റ്റെപ്പ് നമ്മൾ അതോടെ കാണിക്കേണ്ടത്. ഒരുപാട് പേര് അങ്ങനെ എഴുതാതെ ഉണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിൽ നിന്ന് നമ്മൾ എഴുതണം. എ സി എന്ന് പറയുന്ന ഓർഡേർഡ് പേർ ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. എ മൈനസ് ബി എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ബി മൈനസ് സി എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സമ്മ് ഏതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതിന്റെ രണ്ടിന്റെ സമ്മ്? എ മൈനസ് ബി പ്ലസ് അടുത്ത ഏതാണ്? ബി മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇവിടെ ഏത് കട്ട് ചെയ്തു? മൈനസ് ബിയും പ്ലസ് ബിയും കട്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഏത് കിട്ടുന്നത്? എ മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഏത് ഓർഡേർഡ് പേർ ആ റിലേഷനിൽ വരുന്നത്? എ സി എന്ന് പറയുന്ന ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ വരുന്നത്. അല്ലാതെ വെറുതെ എല്ലാരും എ മൈനസ് സി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതി വെക്കരുത്. ഇതെല്ലാം ഈ രീതിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ട്രാൻസിറ്റീവ് ഇതുപോലെയാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നോക്കി 2 divides a minus b. അപ്പൊ ട്രാൻസിറ്റീവില് എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പേര്. അപ്പൊ എ ബി എന്താണ്? 2 divides a minus b. എ ബി ആണെങ്കിൽ ട്രാൻസിറ്റീവിൽ അടുത്ത ഓർഡേർഡ് പേര് ഏതാണ് നമ്മൾ എടുക്കുന്നത്? ബി സി. ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പേര് ഇതനുസരിച്ച് എന്തെന്ന് വരും? 2 divides b minus c എന്ന് വരും. ഇപ്പൊ 2 divides a minus b ഉണ്ട്, 2 divides b minus c ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതെല്ലാരും നോട്ട് ചെയ്ത് അതൊന്ന് നോക്കിക്കോളാം എല്ലാരും. ഇതിനനുസരിച്ച് എ ബി എന്തായിരുന്നു? 2 divides a minus b. ബി സി എന്തായിരുന്നു? 2 divides b minus c. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 divides a minus b, 2 divides b minus c. ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? Which implies 2 divides
ഇതിന്റെ രണ്ടിന്റെയും സമ്മിനെയും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് a മൈനസ് ബി പ്ലസ് ബി മൈനസ് ഇത് രണ്ടും കട്ട് ചെയ്തും 2 ഡിവൈഡ്സ് എന്താന്ന് കിട്ടും നമുക്ക് a മൈനസ് സി എന്ന് കിട്ടും. ഈ ഒരു രീതിയിലാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു പോകുന്നത്. അടുത്തത് എന്താണ്? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റീജർ. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റീജർ. അപ്പൊ ഏത് ഓർഡറുടെ പേരാണ് അവിടെ? എക്സ് വൈ. അപ്പൊ ഏതൊക്കെ ഓർഡറുടെ പേര് എടുക്കും? ട്രാൻസിറ്റീവ് നമ്മള് എക്സ് വൈ എന്ന് പറയുന്ന ഓർഡറുടെ പേര് എടുക്കും. പിന്നെ പുതിയ ഒരെണ്ണം ഏതാണ് എടുക്കും നമ്മള്? വൈ സെഡ് എന്ന് പറയുന്ന ഓർഡറുടെ പേര്. എക്സ് വൈ എന്ന് പറയുന്ന ഓർഡറുടെ പേര് എന്താണ് വന്നിട്ടുള്ളത്? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റീജർ. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റീജർ. വൈ സെഡ് എന്ന് പറയുന്ന ഓർഡറുടെ പേര് എന്താ എങ്ങനെ വരും? എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഇന്റീജർ. വൈ സെഡ് എന്ത് വരും? വൈ മൈനസ് സെഡ് ഈസ് ആൻ ഇന്റീജർ. വൈ മൈനസ് സെഡ് ഈസ് ആൻ ഇന്റീജർ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എക്സ് സെഡ് കിട്ടണം. അപ്പൊ വെറുതെ എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇന്റീജർ നമുക്ക് എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതരുത്, തെറ്റാണത്. അപ്പൊ എങ്ങനെയായിരിക്കും അത് നമുക്ക് കിട്ടുന്നത്? എക്സ് മൈനസ് വൈ ഒരു ഇന്റീജർ ആണ്, വൈ മൈനസ് സെഡ് ഒരു ഇന്റീജർ ആണ്, 2 ഒരു ഇന്റീജർ ആണ്, 10 ഒരു ഇന്റീജർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മ് എപ്പോഴും ഒരു ഇന്റീജർ ആയിരിക്കില്ലേ? ചെറുതിലേക്ക് CBC-കാർ പഠിക്കുന്നതാണ്, ഇന്റീജറിന്റെ സമ്മ് എപ്പോഴും ഒരു ഇന്റീജർ തന്നെ ആയിരിക്കും. അപ്പൊ 2 ഒരു ഇന്റീജർ ആണ്, 10 ഒരു ഇന്റീജർ ആണ്, 2 + 10 എന്ന് പറയുന്നത് 12 ആണ് അല്ലെ? അപ്പൊ അതും എന്ത് തന്നെ ആയിരിക്കും? എപ്പോഴും ഒരു ഇന്റീജർ തന്നെ ആയിരിക്കും. അപ്പൊ എക്സ് മൈനസ് വൈ ഒരു ഇന്റീജർ ആണ്, വൈ മൈനസ് സെഡ് ഒരു ഇന്റീജർ ആണ്. അപ്പൊ ഇതിന്റെ സമ്മ് എന്ത് തന്നെ ആയിരിക്കും? ഒരു ഇന്റീജർ തന്നെ ആയിരിക്കും. അപ്പൊ എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് ഈസ് ആൻ ഇന്റീജർ. അപ്പോ പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസൽ ചെയ്തു എന്തെന്ന് കിട്ടും നമുക്ക്? എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇന്റീജർ എന്ന് കിട്ടും. അപ്പോഴാണ് നമ്മുടെ ഈ എക്സ് സെഡ് എന്ന് പറയുന്ന ഓർഡർ വേറെ റിലേഷനിലുണ്ടെന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു രീതിയിലാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനായിട്ട് എല്ലാവരും. അപ്പൊ ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോ ഹോംവർക്കിലെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? എ ബി എന്തായിരുന്നു? a മൈനസ് ബി is a multiple of 10. അടുത്ത എ ബി ആണെങ്കിൽ അടുത്ത ഓർഡറുടെ പേര് ട്രാൻസിറ്റീവ് ഏതാണ് എടുക്കുന്നത്? ബി സി ആണെങ്കിൽ എങ്ങനെ വരും? ബി മൈനസ് സി is a multiple of 10. ഇനി അടുത്ത എ മൈനസ് സി is a multiple of 10 എന്നാണ് നമ്മൾ എഴുതേണ്ടത്? അല്ല. എങ്ങനെയാണ്? എ മൈനസ് ബി എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾ ആണ്, ബി മൈനസ് സി എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ് തന്നെ ആയിരിക്കും 10ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. എങ്ങനെ എഴുതാം? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി is a multiple of 10 എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ ഇതും വെട്ടിപ്പോയി. അങ്ങനെയാണ് എഴുതാനായിട്ട്, ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡലിൽ 2 ക്വസ്റ്റ്യൻ തന്നതാണ്. ഇതേപോലത്തെ ഒരു മോഡലും കൂടെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. അപ്പൊ അതെല്ലാരും ചെയ്യുക. ഇത്തവണ എല്ലാവരും കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് എല്ലാം കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് എഴുതും. ഇവിടെ സ്റ്റെപ്പാണ് കാര്യം, വലിയ കാൽക്കുലേഷൻ കാര്യങ്ങളൊന്നുമില്ല, സ്റ്റെപ്പിലാണ് കാര്യം. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റെപ്പ് എല്ലാവരും അതേപടി കറക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കും. ഇതായിരുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻ. അതിൽ ഈ ടൈപ്പ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അവിടെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് വരിക എല്ലാവരും. അപ്പോൾ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ചാപ്റ്ററിലുള്ള അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓൾമോസ്റ്റ് റിലേഷൻസ് നമ്മൾ കഴിയാറായി. ഈ ഒരു ക്ലാസ്സോടെ നമ്മൾ ഒരുവിധം വൈൻഡപ്പ് ആവും. പിന്നെ ഒരു ക്ലാസ്സും കൂടെ വെച്ചിട്ട് നമ്മൾ ഇക്വലൻസ് ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈപ്പ് കുറച്ചൊരു ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഇന്ന് ഒരു നല്ല ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതിനടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. R is equal to set of all a comma b such that a less than or equal to b. a is an ആ സെറ്റ് നമുക്ക് റിയൽ നമ്പർ ആണ് സെറ്റ് എന്ന് തന്നിട്ടുണ്ട്. സെറ്റ് ഈസ് റിയൽ നമ്പറിന്റെ സെറ്റ് ആണ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ നേരത്തെ ചെയ്യിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് എടുത്തത്. അടുത്ത രണ്ടാമത്തത് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ R is equal to set of all a comma b such that 2 divides a minus അല്ല അതല്ല ക്വസ്റ്റ്യൻ, സോറി. a comma b such that a less than or equal to b square. ഇവിടെയും സെറ്റ് ഈസ് R എന്ന് തന്നിട്ടുണ്ട്. R ആണ് നമ്മുടെ എക്സസൈസ് എടുക്കുക എല്ലാവരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണത്. നോക്കിയാൽ മതി എല്ലാവരും എക്സസൈസ് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന്. അവിടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് R എന്ന് പറഞ്ഞാൽ നമ്മൾ +1 പഠിച്ചിട്ടുള്ളത്. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്.
അതിൽ തന്നിരിക്കുന്ന റിലേഷൻ എ കോമ ബി എന്ന് പറയുന്ന ഓർഡർ പേര് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ അവിടെ നോക്കിയാൽ എക്സസൈസിൽ കിടപ്പുണ്ട്. എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. സെറ്റ് എന്ന് പറയുന്നത് 6 എന്ന് അവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ റിയൽ നമ്പർ സെറ്റിനകത്ത് വരുന്നതാണ് ഈ മൂന്നും ചെയ്യേണ്ടത്. അപ്പൊ ഇത് മൂന്നും കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരേ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ടെക്സ്റ്റിൽ പെട്ടെന്നല്ല ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എടുത്ത്. ഇത് മൂന്നും കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കിയിരിക്കും. അപ്പൊ ആദ്യത്തേത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അതിൽ ഞാനൊരു ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് മൂന്ന് നമുക്ക് നോക്കി നിർത്താം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആർ ഇസ് ഈക്വൽ ടു എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം റിഫ്ലക്സ് ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ തന്നിരിക്കുന്ന സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് റിയൽ നമ്പേഴ്സ് ആണ്. അത് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചോളണം. റിയൽ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന്റെ സെറ്റ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇത് മാറിക്കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നൊക്കെ എല്ലാം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ റിഫ്ലക്സീവ് എങ്ങനെയായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എ ബി എന്ന് പറയുന്ന ഓർഡർ പേരല്ല തന്നിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഓർഡർ പേരാണ് തന്നിരിക്കുന്നതെങ്കിൽ റിഫ്ലക്സീവ് നമ്മൾ ഏത് ഓർഡർ പേരിൽ ചെയ്യും? റിഫ്ലക്സീവ് നമ്മൾ എടുക്കേണ്ട ഓർഡർ പേര് ഏതാണ്? എ ബി ആണെങ്കിൽ ഏതെടുക്കണം? നമ്മള് എ ബി എന്തായിരുന്നു? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ എ എങ്ങനെ വരും? എ ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ എങ്ങനെ വരും? എ നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ എങ്ങനെ വരും അതെന്ന് പറയുന്നത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിക്ക് വരെ എന്ത് കൊടുത്താൽ മതി? എ കൊടുത്താൽ മതി. ഇതായിരുന്നു നമ്മുടെ റിഫ്ലക്സീവ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഇത് ശരിയാണെങ്കിൽ റിഫ്ലക്സീവ് ആണ്, ശരിയല്ലെങ്കിൽ റിഫ്ലക്സീവ് അല്ല. അപ്പൊ ഇത് ശരിയാണോ അല്ലോ എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നിലെ ലെസ് ദാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. എ എന്ന് പറയുന്നത് ഒരു നമ്പർ. ഇപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരാം. 1 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒന്നെന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനേക്കാളും ചെറുതല്ല. പക്ഷെ 1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഇവിടെ ഇതിൽ ഏത് കണ്ടീഷൻ വേണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാം. ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഈക്വൽ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോ ഇതില് 1 ചെറുതല്ലെങ്കിലും 1 എന്ന് പറയുന്ന 1 എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഒരെണ്ണം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുപോലെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരിക്കലും എനേക്കാളും ചെറുതല്ല. പക്ഷെ എ എന്തിന് ഈക്വൽ ആണ്? എക്ക് ഈക്വൽ ആണ്. എ എന്ന് പറയുന്ന നമ്പർ എക്ക് തന്നെ ഈക്വൽ ആണത്. അപ്പോ വിച്ച് ഈസ് ട്രൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്ന ഓർഡർ പേര് നമ്മുടെ റിലേഷനിലുണ്ട്. therefore it is റിഫ്ലക്സീവ് എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ റിഫ്ലക്സീവ് എഴുതുന്നത്. പിടികിട്ടിയായിരുന്നു എല്ലാവർക്കും? അടുത്തത് സിമെട്രിക്. എ ബി എന്ന് പറയുന്ന ഓർഡർ പേര് തന്നിട്ടുണ്ട്. എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. സിമെട്രിക്കിന് എ ബി ആണെങ്കിൽ നമുക്ക് ഏത് നോക്കണം? സിമെട്രിക്കിന് ഓർഡർ പേര് എല്ലാവർക്കും അത് നല്ല ഓർമ്മ ഉണ്ടാവണം. അത് അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇതുണ്ട് എ ബി ആണെങ്കിൽ നമ്മൾ ഏത് ഉണ്ടാവണം? അവിടെ ബി എ ഉണ്ടോ എന്ന് നോക്കണം. ബി എ എന്ന് പറയുന്ന ഓർഡർ പേര് ഉണ്ടോ എന്ന് നോക്കണം. ശരിയാണോ നോക്കണം. ബി എ വന്നു കഴിഞ്ഞാൽ ശരിയാണോ നോക്കണം. അപ്പൊ ബി എ നമ്മുടെ റിലേഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? ബി എ നമ്മുടെ റിലേഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? എ ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ബി എങ്ങനെ വരും? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്നിട്ട് ഇതെന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് വേണം നിങ്ങൾ നോക്കാനായിട്ട്. അപ്പോ ഞാനൊരു എക്സാമ്പിൾ. അത് അവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് റിയൽ നമ്പറിന്റെ സെറ്റാണ്. റിയൽ നമ്പറിന്റെ എല്ലാ നമ്പരും റിയൽ നമ്പറിൽ ഏതൊക്കെ വരും? പോസിറ്റീവ് നമ്പേഴ്സ് വരും, നാച്ചുറൽ നമ്പേഴ്സ് വരും, ഹോൾ നമ്പേഴ്സ് വരും, ഇന്റീജേഴ്സ് വരും, ഡെസിമൽ നമ്പേഴ്സ് വരും, ഫ്രാക്ഷൻസ് വരും. അപ്പൊ എല്ലാ നമ്പറും റിയൽ നമ്പർ നമ്മൾ പ്ലസ് 1 പഠിക്കുന്നതാണ്. റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സും അവിടെ വരും. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ഉൾപ്പെടെ, ഫ്രാക്ഷൻസ് ഉൾപ്പെടെ, നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാ നമ്പേഴ്സും ഇതിവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ. ഒരു നമ്പർ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമെട്രിക് ആവില്ല. ഒരു നമ്പർ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതെന്താവില്ല ഇവിടെ സിമെട്രിക് ആവത്തില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ളൂ. എങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാം? ഇത് ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിക്കും.
അപ്പൊ ഞാനിപ്പോ ഒരു നമ്പർ എടുക്കുകയാണ് എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 3 എടുത്തു. ഈ രണ്ട് നമ്പറും നമ്മുടെ റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിലുള്ളതല്ലേ, നമുക്ക് റിയൽ നമ്പർ അല്ലേ സെറ്റ് വന്നിട്ടുള്ളത്. ഇത് രണ്ട് നമ്പറും നമ്മുടെ റിയൽ നമ്പറിലുള്ളതാണ്. അപ്പോൾ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 3 നമുക്ക് നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഇത് ശരിയാവണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി. എന്തായാലും നമ്മുടെ കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരുന്നു നമ്മുടെ കണ്ടീഷൻ. അത് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ നമ്പേഴ്സ് എടുക്കാവും. ഈ കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആണ് നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി. എ എത്രയായിരുന്നു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എത്രയായിരുന്നു നമ്മൾ എടുത്തത് 3. ശരിയാണോ നോക്കി. ശരിയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ നമ്പേഴ്സ് വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഇത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ശരിയാണോ നോക്കി. 1 ലെസ് ദാൻ 3, 1 എന്ന് പറഞ്ഞാൽ 3-നേക്കാളും ചെറുതാണ്. ഇതിൽ ആരും ഡൗട്ട് അടിക്കരുത്. 1 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 3-നേക്കാളും ചെറുതാണ്. ശരിയല്ലേ. ഈക്വൽ ടു 3 അല്ല, എന്തായാലും ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ 1 ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സ് വെച്ച് പോവാം. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതും. എക്സാമ്പിൾ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 3. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ശരിയാണ്. പിന്നെ ഏത് ശരിയാവണം. ഇത് ശരിയാവണം. ഈ നമ്പേഴ്സ് വെച്ച് ഇതും ശരിയാവണം. ഒന്ന് നോക്കാം നമുക്ക് ശരിയാവുന്നുണ്ടോ. അപ്പോ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഇംപ്ലൈസ് ബി എത്ര ആയിരുന്നു 3 ആയിരുന്നു നമ്മുടെ അടുത്ത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എത്ര ആയിരുന്നു 1 ആയിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വന്നു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ അവിടെ എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്ന 1-നേക്കാളും ചെറുതാണോ. അല്ല. 3 എന്ന് പറയുന്ന 1-ന് ഈക്വൽ ആണോ. അല്ല. അപ്പോ ഇവിടെ 1ഉം 3ഉം എന്ന് പറയുന്ന നമ്പേഴ്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്തെങ്കിലും നമുക്ക് സിമെട്രിക്ക് നോക്കിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തില്ല, സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ എന്റെ അടുത്ത് ഡൗട്ട് കുറെ വരാം. സാർ ഞാൻ ഒരു നമ്പർ സെയിം ആയിട്ടുള്ള നമ്പർ എടുത്ത് ഇതിൽ ചെക്ക് ചെയ്തു, അപ്പൊ എനിക്ക് സിമെട്രിക് എന്ന് കിട്ടി, അപ്പൊ എനിക്ക് സിമെട്രിക് എന്ന് എഴുതാവോ. ഇല്ല. കാരണം നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ സെറ്റാണ്. റിയൽ നമ്പറിൽ ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ എല്ലാ നമ്പേഴ്സും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. എല്ലാ നമ്പരും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് എന്തായിട്ട് എഴുതാൻ പറ്റുള്ളൂ, സിമെട്രിക് എഴുതാൻ പറ്റുള്ളൂ. ഒരു നമ്പർ അതിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെട്രിക് ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ എടുത്തു, അത് ഞാൻ എന്തായില്ല, സിമെട്രിക് അല്ല എന്ന് കണ്ടു. ജസ്റ്റ് എഴുതുക therefore it is which is not true, therefore it is not symmetric. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ ആ ഒരു എക്സാമ്പിൾ പരീക്ഷയ്ക്ക് അധികം സമയം കളയാതെ ഒന്ന് എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പരീക്ഷയ്ക്ക് ഒന്ന് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഏതാണ് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ആ എക്സാമ്പിൾ എടുത്ത് ചെയ്താൽ മതി. വേറെ എക്സാമ്പിൾ ഹോംവർക്ക് ഇതാണ്. നിങ്ങൾ ആദ്യത്തെ ഹോംവർക്ക് ഇതാണ്. ഇതേപോലെ വേറൊരു സെറ്റ്, അതായത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു സെറ്റ് എനിക്ക് ഹോംവർക്കിൽ കാണിക്കണം. ഹോംവർക്ക് ഇതാണ്. ഇതൊരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എനിക്ക് എഴുതി കാണിക്കും. ഇതിലെ ഹോംവർക്ക് ഇതാണ്. അപ്പോൾ എല്ലാത്തിലും ഇനി വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ഒരു എക്സാമ്പിൾ നിങ്ങളായിട്ട് ചെയ്ത് എനിക്ക് കാണിക്കണം അവിടെ നിന്ന്. അടുത്ത ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവില് എ ബി എടുക്കും, ബി സി എടുക്കും. എ ബി എങ്ങനെയായിരുന്നു വന്നത്, ചോദിച്ചു തന്നിട്ടുണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ബി സി എങ്ങനെ വരും, എ ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി സി എങ്ങനെ വരും, ബി സി എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഏതാണ് എ ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി സി എങ്ങനെ വരും, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇനി എങ്ങനെ കിട്ടണം നമുക്ക്, ഇത് രണ്ടും ഓക്കെയാണ്, ഇത് രണ്ടും ശരിയാണ്, ശരിയാവുന്ന രീതിയിലുള്ള നമ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ഏത് ശരിയാണെന്ന് കിട്ടണം, എ സി കിട്ടണം. എ സി എങ്ങനെയാണ് വരുന്നത്, എ സി എന്താണ് വരേണ്ടത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇത് രണ്ടും ഓക്കെയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വേണം നിങ്ങൾ നോക്കാനായിട്ട്. ഇതിൽ ഏതാണ് ശരി, ഈ നമ്പേഴ്സ് എടുക്കുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വേണം നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നമ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഹോംവർക്ക് തന്നിരുന്നു. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്പേഴ്സ് എടുക്കും. അപ്പൊ ഞാൻ എടുക്കുവാണ്, എക്ക് ഒരു 1, ബിക്ക് ഒരു 2, സിക്ക് ഒരു 3. അപ്പൊ ചോദിക്കാം, സാർ തിരിച്ചെടുക്കാമോ, എക്ക് 3, ബിക്ക് 2, സിക്ക് 1 എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലോട്ട് വരാം. ഒരാൾ അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3 ഇതിൽ കൊടുത്തു നോക്കിയേ. ആദ്യത്തേത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇത് ശരിയാവണം. ഇത് രണ്ടും ശരിയാവുന്ന രീതിയിലെ നമ്പർ എടുക്കാവും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ എത്രയായിരുന്നു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എത്രയായിരുന്നു 2. ശരിയാണോ നോക്കിയേ. 1 എന്ന് പറയുന്നത് 2-നേക്കാളും ചെറുതാണ്. ശരിയല്ലേ. അപ്പൊ ഈ എക്സാമ്പിൾ പ്രശ്നമല്ല.
ഇനി അടുത്തത് ഈ ഇതിൽ നോക്കും, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എത്രയായിരുന്നു 2, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എത്രയായിരുന്നു 3. ശരിയാണോ നോക്കിയേ? 2 എന്ന് പറയുന്നത് ഏതിനേക്കാളും ചെറുതാണ്, 3-നേക്കാളും ചെറുതാണ്. അപ്പൊ ആ എക്സാമ്പിളും പ്രശ്നമില്ല. അപ്പൊ ഈ നമ്പേഴ്സ് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇനി ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ നമ്പേഴ്സ് മാത്രമല്ല, റിയൽ നമ്പറിൽ ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇത് എന്തായി മാറുള്ളൂ, ട്രാൻസിറ്റീവായി മാറുള്ളൂ. ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുത്തതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ശരിയാണോ എന്ന് നോക്കാം. ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഈ നമ്പേഴ്സ് ഇത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ നമ്പേഴ്സ് മതി. നോക്കിയേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എത്രയായിരുന്നു 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എത്രയായിരുന്നു 3. ശരിയാണോ? 1 എന്ന് പറയുന്നത് 3-നേക്കാളും ചെറുതാണോ? ശരിയാണോ? ആ, 1 എന്ന് പറയുന്നത് 3-നേക്കാളും ചെറുത് തന്നെയാണ്. നിങ്ങൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് നോക്ക്. എത്ര നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവരും ഇരുന്നൊന്ന് ട്രൈ ചെയ്യുക, ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുക. എക്സാമ്പിളൊക്കെ ഇട്ടൊന്ന് തനിയൊന്ന് ചെയ്തൊക്കെ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുക. കുറച്ച് എക്സാമ്പിൾസ് ഇത് രണ്ട് സാറ്റിസ്ഫൈ എന്നുള്ള രീതിയിൽ നമ്പേഴ്സ് 3 നമ്പേഴ്സ് എയും ബിയും സിയും എടുത്തിട്ട് ഇത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്ക്. അപ്പൊ അത് നിങ്ങൾ എനിക്കൊരു എക്സാമ്പിൾ ചെയ്ത് അയക്കണം. അത് ഹോംവർക്കാണ്. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യും, ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിക്കും. അതാണ് ഇപ്രാവശ്യത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് നമ്പർ എടുത്ത് നോക്കിയോളൂ, ഇത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെയാണിത്, ഇതെന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഏത് നമ്പർ എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് എന്താണ്, ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, റിയൽ നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുകയുള്ളൂ. ഇതെന്ന് പറയുന്നത് എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. അല്ലാതെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരാം എനിക്ക്. അപ്പോൾ അത് ആ ഒരു നമ്പർ പോലും ട്രാൻസിറ്റീവ് ആവും. നമ്മുടെ റിയൽ നമ്പറിൽ ഒരു നമ്പർ പോലും സാറ്റിസ്ഫൈ ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രാൻസിറ്റീവ് ആവില്ല. പക്ഷെ നിങ്ങൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് നോക്കുക, അതെന്തായിരിക്കും, ട്രാൻസിറ്റീവ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുക, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്ക് ചെയ്ത് കാണിച്ചു തരണം. അപ്പൊ ഈ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. തിരിച്ചെടുത്ത പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ എടുത്തത് എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3 ആണ് എടുത്തത്. അപ്പൊ ഒരാൾ ചോദിച്ചത് A3, B2, C1 എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ റിലേഷനിൽ വന്നിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന ഓർഡർ പേർ. എ ബി എന്ന് പറയുന്ന ഓർഡർ പേർ പറയുന്നത് എന്താണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. അത് ശരിയാവണം, എന്നാലേ നമുക്ക് ഈ നമ്പേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ഈ പറഞ്ഞ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നോക്കിയേ, എ എത്രയാണ് 3, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എത്രയാണ് 2. 3 എന്ന് പറയുന്നത് 2-നേക്കാളും ചെറുതാണോ? 3 എന്ന് പറയുന്നത് 2-ന് ഈക്വൽ ആണോ? പറ്റുമോ? അപ്പൊ ഇത് ഈ നമ്പർ നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അവിടെ ഇല്ല. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെറുത്, കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലുത്, അങ്ങനത്തെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്പർ എടുക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയി കഴിഞ്ഞു. അത് വെച്ചിട്ട് ഇത് ഓക്കെ ആണോ എന്ന് നോക്കും. ഇത് ഓക്കെ ആണെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്, ഓക്കെ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഇതിന്റെ ഒരു ഹോംവർക്ക് നിങ്ങൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഓരോരുത്തരെയും ഒരു എക്സാമ്പിൾ എനിക്ക് കാണണം. അത് എനിക്ക് ഹോംവർക്ക് ആയിട്ടായിരിക്കും അടുത്ത ഹോംവർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ കോമ ബി എന്ന് പറയുന്ന ഓർഡർ പേര് വന്നിട്ടുണ്ട്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ സെറ്റ് തന്നെയാണ്. എല്ലാ നമ്പറും അവിടെ വരും, റിയൽ നമ്പറിന്റെ സെറ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ഒന്ന് നോക്കിയോ. ആദ്യം റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞ എ ബി എന്ന് പറയുന്ന ഓർഡർ പേരാണെങ്കിൽ ഏത് ഓർഡർ പേരായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്, എ എന്ന് പറയുന്ന ഓർഡർ പേരായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരാൻ പോകുന്നത്, എ ബി എന്ന് പറഞ്ഞ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എ കൊടുക്കും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ. എന്നിട്ട് ഇത് ശരിയാണെങ്കിൽ റിഫ്ലെക്സീവ് ആണ്, ഇത് ശരിയല്ലെങ്കിൽ റിഫ്ലെക്സീവ് അല്ല. അപ്പോ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് ശരിയാണോ അല്ലയോ, ഇത് നോക്കി പറയാൻ പറ്റുമോ ശരിയാണോ അല്ലയോ എന്ന്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ നോക്കി പറയാൻ പറ്റുമോ അവിടെ ശരിയാണോ അല്ലയോ എന്ന്? ഇല്ല. അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ ചിന്തിച്ചു നോക്കണം. എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എല്ലാ നമ്പരും ഒക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുക. ആദ്യം നാച്ചുറൽ നമ്പർ എടുക്കുക, പിന്നെ ഹോൾ നമ്പർ എടുക്കുക, പിന്നെ ഇത് ഇന്റീജേഴ്സ് എടുക്കുക, പിന്നെ ഫ്രാക്ഷൻസിലോട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് നാച്ചുറൽ നമ്പർ, ഞാൻ 1-2 നമ്പർ കാണിക്കാം. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് ഫുള്ളായിട്ട് കിട്ടണം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഫുള്ളായിട്ട് കേട്ടിരുന്നു. അപ്പൊ എ എന്ന് പറയുന്ന ഒരു നമ്പറാണ് വേണ്ടത്. നമുക്ക് റിയൽ നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഞാൻ ആദ്യം ഒരു നാച്ചുറൽ നമ്പർ എടുക്കണം. എ ഈക്വൽ ടു ഒരു സിമ്പിൾ ആയിട്ട് ഒരു 2 എടുക്കണം. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 2 എടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വരും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ.
അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4. ശരിയാണോ നോക്കിയാൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ശരിയല്ലേ? 2 എന്ന് പറയുന്നത് 4-നെക്കാളും ചെറുതല്ലേ? ഈക്വൽ അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് 4-നെക്കാളും ചെറുതല്ലേ? ശരിയാണ്. അപ്പൊ എന്നും പറഞ്ഞ് നമുക്കിവിടെ റിഫ്ലക്സീവ് ആണെന്ന് എഴുതാറായിട്ടില്ല. അവിടെയാണ് ഈ ചോദ്യത്തിന്റെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഉള്ളത്. നമുക്ക് വേറൊരു നമ്പർ എടുത്തു നോക്കും, ഒരു നെഗറ്റീവ് നമ്പർ എടുത്തു നോക്കും. നെഗറ്റീവ് നമ്പർ എടുത്തു. എ ഈക്വൽ ടു ഞാനൊരു അവിടെ എ ഈക്വൽ ടു ഒരു -3 എടുക്കണം. -3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ കൊടുത്തു നോക്കാം. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ദ ഹോൾ സ്ക്വയർ. -3 ദ ഹോൾ സ്ക്വയർ എടുക്കണം. സ്ക്വയറിന് ഇതിന് നെഗറ്റീവിന് സ്ക്വയർ കൊടുത്തു പോകണം. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ്, 3ന്റെ സ്ക്വയർ എത്ര എന്ന് വരും 9. -3 എന്ന് പറയുന്നത് 9-നെക്കാളും ചെറുതാണ്. -3 എന്ന് പറയുന്നത് 9-നെക്കാളും ചെറുതല്ലേ? അപ്പൊ ചെറുത് തന്നെയാണ്. അപ്പൊ അവിടെയും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇന്നും പറഞ്ഞ് ഞാൻ പോസിറ്റീവ് നമ്പേഴ്സ് എടുത്തു നോക്കി, നെഗറ്റീവ് നമ്പേഴ്സ് എടുത്തു നോക്കി, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ആൻസർ റിഫ്ലക്സീവ് ആണ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റി, നിങ്ങളുടെ മാർക്ക് 0. കാരണം എന്താണ്? കാരണം അവിടെ എടുക്കേണ്ടതായിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്, അതെന്ന് പറയുന്നത് ഫ്രാക്ഷൻസ്. എങ്ങനെ നമുക്കിത് തെറ്റാണെന്ന് കാണിക്കാം? തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ഞാനൊരു ഫ്രാക്ഷൻ എടുക്കുവാണ് 1/2. ഒന്ന് ഓർത്ത് വെച്ചോളാം, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫ്രാക്ഷൻ എടുക്കുക, എന്നിട്ട് അതിനെ അപ്പൊ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു കേസ് കിട്ടും. നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഏതാണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ. നോക്കാം, എ എത്രയായിരുന്നു 1/2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എത്രയായിരുന്നു? എ എന്ന് പറഞ്ഞാൽ 1/2, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വരും 1/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ. എ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ, രണ്ടിനും സ്ക്വയർ ചെയ്യുക. അപ്പൊ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4. ഇങ്ങനെ കണ്ടാലും കുറെ പേർക്ക് മനസ്സിലാവില്ല. അപ്പൊ കാൽക്കുലേറ്റർ എടുക്കുക, 1/2 ചെയ്ത് നോക്കുക. 1/2 എന്ന് പറഞ്ഞാൽ അര എന്ന് പറഞ്ഞാൽ 0.5. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.25. ഇപ്പൊ ബോയ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അരയാണോടാ വലുത് ക്വാർട്ടർ ആണോടാ വലുത്, ഏതാണ് വലുത്? അതിൽ ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എനിക്കൊന്ന് കുറെ ഗേൾസിനൊക്കെ അറിയായിരിക്കും. അപ്പൊ അരയാണോ വലുത് ക്വാർട്ടർ ആണോ വലുത്? അപ്പൊ അരയാണ് വലുത്, അത് ക്വാർട്ടർ എന്താണ് ചെറുതാണ്. അപ്പൊ ഇവിടെ നോക്കിയത് ശരിയാണോ നോക്കിയേ, അത് അര എന്ന് പറയുന്നത് ചെറുതും, ഇത് തിരിച്ചാണ് വന്നിട്ടുള്ളത്. 0.5 ഈസ് ലെസ് ദാൻ 0.25 എന്നാണ് വന്നിട്ടുള്ളത്. ശരിയാണോ? അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതെന്ന് പറയുന്നത് അവിടെ ഇത് ശരിയാണോ ഇവിടെ കിട്ടുന്നത്? അല്ല. അപ്പോ നമ്മുടെ നാച്ചുറൽ, അപ്പൊ ഇനി ശ്രദ്ധിക്കുക, ചോദ്യത്തിന്റെ പ്രത്യേകത ഇതാണ്, മനസ്സിലാക്കുക. നാച്ചുറൽ നമ്പർ എടുത്തപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കിട്ടി, നെഗറ്റീവ് നമ്പർ എടുത്തപ്പോഴും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കിട്ടി. അപ്പോഴെല്ലാം നമുക്ക് റിഫ്ലക്സീവ് ആണെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഏതാണ്? റിയൽ നമ്പറിന്റെ സെറ്റാണ്. റിയൽ നമ്പറിലുള്ള എല്ലാ നമ്പരും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് വിച്ച് ഈസ് ട്രൂ വിച്ച് ഈസ് റിഫ്ലക്സീവ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഏത് സാറ്റിസ്ഫൈ ചെയ്തില്ല? നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തില്ല. അതുകൊണ്ട് ഇത് എന്തായി മാറത്തില്ല? റിഫ്ലക്സീവായി മാറത്തില്ല. എല്ലാവർക്കും മനസ്സിലായോ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ശരിയായെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഫ്രാക്ഷൻസ് എന്ത് ചെയ്തില്ല? അവിടെ സാറ്റിസ്ഫൈ ചെയ്തില്ല. 0.5 ലെസ് ദാൻ 0.25 എന്ന് പറയുന്നത് തെറ്റാണ്, തിരിഞ്ഞാണ് വരേണ്ടത്. 0.25 ആണ് ചെറുത്, 0.5 ആണ് വലുതെന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ എ ഈക്വൽ ടു 1/2. അപ്പോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ, 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4, 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.25, വിച്ച് ഈസ് നോട്ട് ട്രൂ. ട്രൂ അല്ല. ഒരു നമ്പറിൽ അത് ട്രൂ അല്ലെന്ന് കിട്ടി. ഏതാണ് നമ്പർ? 1/2. ഇതേപോലെ നിങ്ങൾ ഒരു എക്സാമ്പിൾ തന്നെ എഴുതി കാണിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം നിങ്ങൾ ചെയ്ത് കാണിക്കുക. ഇത് ആവാത്തത് ഒരെണ്ണം തന്നെ ചെയ്ത് കാണിക്കുക. അപ്പൊ ഇങ്ങനെയാണ് അത് റിഫ്ലക്സീവ് ചെയ്യുന്നത്. അടുത്തത് സിമെട്രിക്. എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുക്കും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ഇനി നമുക്ക് തിരിച്ചുള്ള നോക്കാം. ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുത്തു കഴിഞ്ഞാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയും. എ ബി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പൊ ബി എ എന്ത് വരും? എക്ക് വരം ബി കൊടുക്കും. എക്ക് വരം ബി എഴുതി, ഇനി ബിക്ക് വരെ ഏത് കൊടുക്കണം? എ കൊടുക്കണം. അപ്പൊ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് വരേണ്ടത്? എ സ്ക്വയർ എന്നാണ് വരേണ്ടത്. എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, തെറ്റ് വരും നിങ്ങൾക്ക്. ഇത് എ ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ ബി എന്താണ്? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, തെറ്റിക്കരുത്. ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനി ഇത് ശരിയാണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്.
ഇത് ശരിയാണോ അല്ലയോ എന്ന് ഇത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ നിങ്ങൾ അവിടെ എടുത്താൽ മതി. അപ്പൊ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ എക്ക് 1 എടുക്കും, ബിക്ക് 2 എടുക്കും. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നോക്കാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്പർ 2 എടുക്കാൻ പറ്റുള്ളൂ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഈ നമ്പർ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. എ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എത്രയായിരുന്നു? 4. 1 എന്ന് പറയുന്ന 4-നെക്കാളും ചെറുതല്ലേ? ഓക്കെ അല്ലേ? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? അപ്പൊ ഓക്കെ, ഈ നമ്പർ വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ഈ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആരും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം, ഇതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് ഓക്കെ ആണെങ്കിൽ സിമെട്രിക് ആണ്, ഇത് ഓക്കെ അല്ലെങ്കിൽ എന്തല്ല? സിമെട്രിക് അല്ല. അപ്പൊ നമുക്ക് നോക്കാം. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ. ബി എത്രയായിരുന്നു? 2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 2 ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ശരിയാണോ? 2 എന്ന് പറയുന്ന 1-നെക്കാളും ചെറുതാണോ? 2 എന്ന് പറയുന്ന 1 ഈക്വൽ ആണോ? അല്ല. അപ്പോ ഈ നമ്പർ ഇത് സാറ്റിസ്ഫൈ ചെയ്ത്, നമ്മുടെ 1 ഉം 2 എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിലെ നമ്പറാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്തെങ്കിലും ഇത് എന്ത് ചെയ്തില്ല? സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതുക. അപ്പൊ ഇത് ട്രൂ ആവാത്തത് കൊണ്ട് എഴുതുക വിച്ച് ഈസ് നോട്ട് ട്രൂ, therefore ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഈ ഒരു എക്സാമ്പിൾ എഴുതി വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾ ഓരോ എക്സാമ്പിൾ എഴുതണം. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതുക. ഒരു എക്സാമ്പിൾ നിങ്ങൾ എനിക്ക് ഹോംവർക്ക് ആയിട്ടും കൂടെ ചെയ്ത് കാണിക്കണം, ഒരെണ്ണം നിങ്ങൾ കണ്ടുപിടിച്ചും കൂടെ കാണിക്കണം. ഇതാണ് അതിന്റെ സിമെട്രിക്കിന്റെ എന്ന് പറയുന്നത്. 1 ഉം 2 എടുത്തു, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ 1 ഉം 2 എടുത്തു. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് 1 ലെസ് ദാൻ 4 തന്നെയാണ്. 1 ലെസ് ദാൻ 2 സ്ക്വയർ 1 ലെസ് ദാൻ 4 എന്ന് കിട്ടും. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ നമ്പേഴ്സ് തിരിച്ചു നോക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അവിടെ ഇല്ല. ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ ട്രാൻസിറ്റീവ് ഞാൻ അടുത്ത പാർട്ടിൽ ചെയ്യാം, ഒന്ന് നോക്കിക്കോണം എല്ലാവരും. നോട്ട് ചെയ്യും.